മെയ് 8-ാം തീയതിയാണ് 2026. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെ പോകണുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര കാര്യമായിട്ടൊന്നും ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലില്ല. പ്രത്യേകിച്ച് ഇന്ന് എനിക്ക് അടുക്കളപ്പണിയും ഇല്ല. കാരണം ഇന്നത്തെ ഡ്യൂട്ടി ചേച്ചിക്കാണ്. അപ്പോൾ ബാക്കി 2 ദിവസമാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇന്നലെയും മെനഞ്ഞാന്നും ഞാൻ ചെയ്തു. അപ്പോൾ ഇന്നെനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ടില്ല. അപ്പം ഇന്ന് കുറച്ച് ഉറക്കവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് പഠിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഭയങ്കര ഒരു സ്ലോ ലിവിങ് പേഴ്സണാണ്. ഭയങ്കര ഹറിബറിയൊന്നും എന്നെക്കൊണ്ട് പറ്റാറില്ല. അതുകൊണ്ടാണ് യൂട്യൂബ് ഒരു ഇതായിട്ട് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അതാകുമ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ PSC ഒക്കെ പഠിച്ച് അങ്ങനെ പോയേനെ. എനിക്കതും താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ വലിയ അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര സ്മൂത്തായിട്ട് ഇങ്ങനെ പോകണതാണ് എനിക്കിഷ്ടം. ലൈഫ് ഭയങ്കര സ്ലോ ആയിട്ട് പോണതാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഇന്നും നാളെയും കൂടെ ചേർത്തായിരിക്കും ചിലപ്പോൾ ഇടുക, അറിഞ്ഞുകൂടാ. ഇന്ന് ഭയങ്കര ഹാപ്പനിങ് ആയിട്ടൊന്നും നടന്നില്ലെങ്കിലും ഇടാം. അതും വേറൊരു ദിവസം ഇടാം. അടുക്കള ജോലിയൊക്കെ അമ്മയെ സഹായിച്ചു കൊടുക്കുന്ന ദിവസം വേറൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇടാം. അപ്പോൾ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. ഇപ്പോൾ സമയം നോക്കിക്കഴിഞ്ഞാൽ 10:52 10:30 ആയപ്പോൾ എണീറ്റു. എല്ലാ ദിവസവും അങ്ങനെയാണ്, കുറച്ച് ലേറ്റായിട്ട് എണീക്കുള്ളൂ. അതിനൊരു കാരണമുണ്ട്. അത് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞുതരാം, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞുതരാം. ലേറ്റായിട്ട് എണീക്കാറുള്ളൂ, ലേറ്റായിട്ടാണ് ഉറങ്ങണതും. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് എണീക്കും. അപ്പോൾ അത് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആഴ്ചയിൽ 2 പ്രാവശ്യം നമ്മൾ താഴത്തെ നില ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്യും. ഡീപ്പ് ക്ലീൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും. അപ്പോൾ ഈ ആഴ്ചത്തെ ഞാൻ ചെയ്യേണ്ടത് ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ അത് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഇന്ന് വെള്ളി എങ്ങാണ്ടായി. അപ്പോൾ ഇന്ന് അത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അടുക്കള ജോലി ഇന്ന് ചെയ്യണ്ടല്ലോ. അപ്പം ക്ലീൻ ചെയ്തിടണം. അപ്പോൾ അത് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ കാപ്പി കുടിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും പാട്ട് എന്തെങ്കിലും കേട്ടുകൊണ്ട് കഴിക്കാം. സാധാരണ താഴെ ഇരുന്ന് കഴിക്കുന്നത്. ഇപ്പോൾ വീഡിയോ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ മുകളിലോട്ട് എടുത്തിട്ട് വന്നു, കാണിച്ചു തരാം. ഒരു ഇടിയപ്പം 1 2 കഴിക്കാം, 1 മതി. ഇത് വലുതാണ്. അപ്പോൾ ഒരു ഇടിയപ്പം, കടലക്കറി, ചായ കഴിഞ്ഞിട്ടുണ്ട്. ചായ ചൂടായതുകൊണ്ട് കുടിക്കാൻ പറ്റിയില്ല. ആ കപ്പ് ഭയങ്കര ഇങ്ങനെ നിൽക്കണ കപ്പാണ്. അപ്പോൾ ആ ചായയും കൂടി കുടിച്ചിട്ട് ഞാൻ പോയി ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാം. ക്ലീൻ ചെയ്യുമ്പോൾ കോലമായിട്ടായിരിക്കുമല്ലോ കിടക്കുക. ടേബിളും കൂടെ ക്ലീൻ ചെയ്യണം, ഡൈനിങ് ടേബിൾ. അതിൻ്റെ പുറത്തുമൊക്കെ സാധനങ്ങൾ വെച്ചേക്കും. അപ്പോൾ അതിനെല്ലാം മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം 11:45. ക്ലീൻ ചെയ്തിട്ട് വരുമ്പോൾ എങ്ങനെ പോയാലും ഒരു 1:30 2 മണിയൊക്കെ ആവും. പഠിച്ചിട്ട് ക്ലീൻ ചെയ്യണോ ക്ലീൻ ചെയ്തിട്ട് പഠിക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് എടുത്തിട്ടുണ്ട്. ഓൺലൈനാണ്, പക്ഷേ ഒരുപാട് പഠിക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു കേരള ലോ കാർബ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തൃശ്ശൂരുള്ളതാണ്. അതിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സാണ് എടുത്തേക്കണം. അപ്പോൾ അത് പഠിക്കണം. പിന്നെ ടാരോ റീഡിങ്ങിൻ്റെ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്. അതിന് ഒരു കോഴ്സും കൂടി എടുക്കണം. എന്നിട്ട് ടാരോ റീഡിങ് ചെയ്തു തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ 1 2 എണ്ണം പഠിക്കണം. പിന്നെ PSC ഇന്നലെ ഞാൻ ഒന്ന് തുറന്ന് നോക്കി. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഗവൺമെൻറ് ജോലിക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടി, എന്തുകൊണ്ടോ. അപ്പോൾ പക്ഷേ ചില സമയം നമുക്കിങ്ങനെ നമ്മൾ പഠിച്ചല്ലേ വന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പഠിച്ച് തന്നെ പോകണം എന്നുള്ളൊരിത് വരും. അതായത് പണ്ട് തൊട്ടേ ഗവൺമെൻറ് ജോലി പറഞ്ഞു വന്നേക്കണോണ്ട് അതിലേക്ക് തന്നെ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ബുക്ക് എടുത്ത് വെച്ചത് ഞാൻ ഉറങ്ങിപ്പോയി. അതുകൊണ്ട് അത് എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബുക്ക് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ, നോക്കാം. എന്തായാലും ഇപ്പോൾ ഞാൻ പോയി ക്ലീൻ ചെയ്തിട്ട് വന്നിട്ട് പഠിക്കണ ഡയറ്റീഷ്യൻ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും നോക്കാം. പഠിക്കണത് എടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പഠിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. ക്ലീൻ ചെയ്തിട്ട് വന്നു. എനിക്കതങ്ങോട്ട് തൃപ്തിയായില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കേണ്ടെന്ന് വിചാരിച്ചു. കുറച്ചുകൂടി ക്ലീൻ ആവാനുണ്ട്. വൈറ്റ് ടെയിൽസാണ്. അപ്പോൾ അത് നല്ല വൃത്തിയായില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒന്നുകൂടി ക്ലീൻ ചെയ്യണം. ഇന്നോ നാളെയോ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ഡീപ്പ് ക്ലീൻ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം 12:30.
ഒരു അരമണിക്കൂർ റെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പഠിക്കണം. മിക്കവാറും ടാരോ റീഡിങ് അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റ് കോഴ്സ് ഒന്നും എടുത്ത് വെച്ച് പഠിക്കണം. ഇത് രണ്ടും പഠിക്കണം ഈ ഫോണിലാണ്. തൽക്കാലം എൻ്റെ കയ്യിൽ വേറെ ഫോണില്ല, അതുകൊണ്ട് ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കാൻ നിവർത്തിയില്ല. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എന്താണ് പഠിച്ചതെന്ന് പറഞ്ഞുതരാം. ഞാൻ എൻ്റെ റൂമിൽ ചെറിയ ജലദോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഈ ഡ്രസ്സ് വയ്ക്കുന്ന കബോർഡുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഇതിൽ വച്ചേക്കണ ഇത് കാണിച്ചു തരാം. കുറേ കുബേർ കുഞ്ചിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം പൈസക്കാരിയാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അല്ല, പക്ഷെ പൈസ വരുമെന്നൊരു വിശ്വാസമുണ്ട്, അതുകൊണ്ട് വെച്ചേക്കണതാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് വച്ചതിന് ശേഷം പൈസ ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ അതൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. താഴെയൊക്കെ പഴയ തുണിയാണ്, മുകളിൽ കുറച്ച് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലം കാണിച്ചു തരാം. ഇതൊരു സെക്കൻഡ് കമ്മലാണ്. ഇത് ടിഷ്യൂ പേപ്പറാണ്, പൊടി പിടിച്ച് പോയി, അതിന് വേണ്ട. ഇതൊരു കണ്ണൻ. ഇത് ഞാൻ ഇട്ടുകൊണ്ടിരുന്ന ഒരു രുദ്രാക്ഷം ദേഹരക്ഷയുടെ ഒരു ഇതുമാണ്. ഇതൊരു കൃഷ്ണനും രാധയും ഞാൻ ഗുരുവായൂർ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ബാക്കി ദൈവങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുബേർ കുഞ്ചിയുണ്ടോ, പൊടി പിടിച്ചു. പക്ഷെ ഇത് കുളിക്കാതെ ഞാൻ ഇങ്ങോട്ടൊന്നും വന്ന് തൊടാറില്ല. എനിക്കൊരു പൂജാമുറി പോലത്തെ അത്രയും ഇല്ലെങ്കിലും അങ്ങനെ കാണുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പിന്നെ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഈ കുളിക്കാതെ ഇതിലൊന്നും തൊടാറില്ല. ബുദ്ധ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്ന് ഞാൻ കാണുന്നില്ല, എന്നാൽ പോലും എനിക്ക് അത്രയും ഒരു പോസിറ്റീവ് എനർജി കിട്ടണ ഒരിതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ കുബേർ കുഞ്ചിയുണ്ട്. ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിലും ഇതുണ്ടോ. പിന്നെ പേഴ്സിൽ കുബേർ കുഞ്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു സ്പേസ്, പേഴ്സണൽ ഫേവറേറ്റ് സ്പേസാണിത്. പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ടായിരുന്നു, നിങ്ങൾ നോക്കണ്ട. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ അധികം അങ്ങനെ കുളിക്കാതെ ഒന്നും വന്ന് ടച്ച് ചെയ്യണ ഒരു സ്ഥലമല്ല. പിന്നെ അകത്തോട്ട് കുറച്ച് ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ ഉണ്ട്, എന്നാലും മെയിനായിട്ട് ദൈവം എന്ന ഒരു രൂപമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ണനെ മാത്രമാണെന്നാണ് എനിക്ക് തോന്നണത്. കൃഷ്ണനും രാധയുണ്ട്. ഇതെനിക്ക് പുറത്തുനിന്ന് കളഞ്ഞു കിട്ടിയ മഞ്ചാടിക്കുരുവാണ്. അമ്മ പറയും അങ്ങനെ വീടിൻ്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. മഞ്ചാടിക്കുരു കിട്ടണ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് അങ്ങനെ കിട്ടണേന്ന്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കൃഷ്ണനും രാധയ്ക്കുമായിട്ട്. അത്രേ ഉള്ളൂ. ഇത് കുന്നിക്കുരുവാണെന്നാണ് തോന്നുന്നത്. ഇത് ഞാൻ ഗുരുവായൂരിൽ നിന്നെങ്ങാണ്ട് വാങ്ങിച്ചതാണ്. ഗുരുവായൂരാണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി വളയുടെ ഒരു സ്റ്റാൻഡും കൂടെ കാണിച്ചു തരാം. എന്നാലും വള വെച്ചേക്കണ ഇങ്ങനെയാണ് കേട്ടോ. ഒരു സ്റ്റാൻഡ് മീഷോ എന്നങ്ങോട്ട് വാങ്ങിച്ചതാണ്. ഇടയ്ക്ക് വെച്ച് കുപ്പിവള ഭയങ്കര ട്രെൻഡായിരുന്നല്ലോ, ഇപ്പോഴും ആണ്. ഞാൻ അധികം ഇടാറില്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ പിന്നെ അല്ലാത്ത കുറച്ച് വളകളും ഉണ്ട്. അപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ പഠിച്ചിട്ട് വരാം, ഇല്ലെങ്കിൽ ഇന്നിനി പഠിത്തം നടക്കില്ല, മടിയായിരിക്കും. കോഴ്സ് ഞാൻ എഴുതണ ഒരു ബുക്കുണ്ട്, ആ ബുക്കാണിത്. ഒരുപാട് നോട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ കുറച്ച് മാത്രം എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ബ്ലഡ്, ബോണ്, അങ്ങനെ സർക്കുലേറ്ററി സിസ്റ്റം അങ്ങനെയൊക്കെ തന്നെ പഠിക്കാറുണ്ട്. ബോഡിയെ പറ്റി, ഹാർട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്നീ നോട്ട് എഴുതും, അല്ലെങ്കിൽ കുറച്ച് പഠിച്ചിട്ട് നോട്ട് എഴുതും, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഇതിൻ്റെ ബാക്കി നോട്ട്സ് എഴുതുകയാണ് ചെയ്തത്. എനിക്ക് കുറേ നോട്ട്സ് എഴുതാറുണ്ട്, എഴുതാതെയും പഠിക്കാം, അങ്ങനെ എഴുതി പഠിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഇട്ടിട്ട് എൻ്റെ എഡിറ്റ് ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ ഇതിന് ശേഷം ഇലയപ്പം ഉണ്ടാക്കിയ വീഡിയോ ആണ് ഇത്. ഇനി അടുത്ത് വരുന്ന പാർട്ട് 2 എന്ന് പറയുന്നത് ഇതേ ദിവസമുള്ള വീഡിയോ ആണ്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. പാർട്ട് 2 ആയിട്ട് ബാക്കി ഇടാൻ കേട്ടോ, ഇലയപ്പമൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ.